ഹായ്, എല്ലാവർക്കും A to Zന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് ഫാമേഴ്സ് വെൽഫെയറിന് കീഴിൽ സൗത്ത് ഇന്ത്യ മൾട്ടി സ്റ്റേറ്റ് അഗ്രികൾച്ചർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിൽ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഓഫീസ് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ സെയിൽസ്മാൻ, സൂപ്പർവൈസർ തുടങ്ങിയ ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ കഴിയാം. താല്പര്യമുള്ള ആൾക്ക് ഇതിലേക്ക് തപാൽ വഴി അപേക്ഷിക്കാം. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷനും മറ്റു കാര്യങ്ങളും നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. കേന്ദ്ര സർക്കാരിന് കീഴിൽ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് ഫാമേഴ്സ് വെൽഫെയറിന് കീഴിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റ് ആണ് സൗത്ത് ഇന്ത്യ മൾട്ടി സ്റ്റേറ്റ് അഗ്രികൾച്ചർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിൽ സിംകോയിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റ്. അപ്പൊ ഇത് കേരളത്തിന് പുറത്താണ് ഇപ്പോൾ അവസരമുള്ളത്. അപ്പൊ ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം ഈ ഒരു നോട്ടിഫിക്കേഷന്റെ കൂടെ കൊടുക്കുന്നുണ്ട്. അത് ഫില്ല് ചെയ്ത് നിങ്ങൾ അയച്ചു കൊടുക്കുകയാണ് വേണ്ടത്. മൊത്തം 48 വേക്കൻസിയാണ്. അതിൽ ജനറൽ 23, OBC 12, SC 6, ST 3, അതുപോലെ EWS 4 അങ്ങനെയാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത്. അതിൽ ഓഫീസ് അസിസ്റ്റന്റ് വിഭാഗത്തിലേക്ക് 12 വേക്കൻസി ഉണ്ട്. 5,200 മുതൽ 20,200 വരെയാണ് ശമ്പളം. സെയിൽസ്മാൻ പോസ്റ്റിലേക്ക് 6,200 മുതൽ 26,200 വരെയാണ് 22 വേക്കൻസി ഉണ്ട്. സൂപ്പർവൈസർ പോസ്റ്റിലേക്ക് 6,200 മുതൽ 28,200 വരെ 14 വേക്കൻസി ഉണ്ട്. അതുപോലെ ഏജ് ലിമിറ്റ് ജനറൽ വിഭാഗത്തിനും EWS വിഭാഗത്തിനും 21 മുതൽ 30 വയസ്സ് വരെയൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. SC STക്ക് ആണെങ്കിൽ 21-35, OBCക്ക് ആണെങ്കിൽ 21-33 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലേക്കൊണ്ട് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓഫീസ് അസിസ്റ്റന്റ് വിഭാഗത്തിലേക്ക് 10ാം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്കും അതുപോലെ IT ഉള്ളവർക്കും ഇനി 12ാം ക്ലാസ് പാസ്സായിട്ടുള്ള ആൾക്കും +2 ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. സെയിൽസ്മാൻ ഒഴിവിലേക്ക് 12th പാസ്സായ ആളുകൾക്ക്, അല്ലെങ്കിൽ ITI പാസ്സായിട്ടുള്ള ആൾക്ക്, അല്ലെങ്കിൽ ഡിഗ്രി ഉള്ളവർ, ഇനി ഡിപ്ലോമ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. സൂപ്പർവൈസർ ഒഴിവുകളിലേക്ക് ഏതെങ്കിലും ഡിഗ്രി ഉണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിലേക്ക് സെലക്ഷൻ പ്രൊസീജിയർ നോക്കുകയാണെങ്കിൽ റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടാവും, പിന്നെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും, പിന്നെ പേഴ്സണൽ ഇൻ്റർവ്യൂ വഴിയായിരിക്കും നിയമനം ഉണ്ടായിരിക്കാം. അപ്പോൾ അതിലേക്ക് എക്സാം പാറ്റേൺ മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ജനറൽ നോളജ് ഉണ്ടാവും, മാത്തമാറ്റിക്സ് ഉണ്ടാവും, അതുപോലെ തന്നെ അഗ്രികൾച്ചർ ഉണ്ടാവും, പിന്നെ കോഓപ്പറേറ്റീവ് മാനേജ്മെന്റ് ഉണ്ടാവും. അങ്ങനെയായിരിക്കും ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയറിൻ്റെ എക്സാം പാറ്റേൺ ഉണ്ടായിരിക്കാം. ഇതിലേക്ക് എക്സാം ഫീ ഉണ്ട്. ജനറൽ വിഭാഗത്തിനും അതുപോലെ EWS വിഭാഗത്തിനും 500 രൂപയും SC ST വിഭാഗത്തിന് 250 രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നുണ്ട്. അത് പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. 29/2/2024 വരെ നിങ്ങൾക്ക് തപാൽ മുഖേന അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. എത്രയാണ് ഡീറ്റെയിൽസ്, ബാക്കി എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് നോക്കുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഡെയിലി ജോബ് അപ്ഡേറ്റ്സ് ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ ഉണ്ടാകാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.